ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VGR. മക്കളെ, പരീക്ഷ എടുത്തു. നമുക്ക് ഒരേ പൊളിയായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള കിഡിലൻ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കണം. ഈ ഒരു ചാപ്റ്റർ അല്ലേ, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല അടിപൊളി കിഡിലൻ ചാപ്റ്റർ ആണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് USSന് ഒരുപാട് ക്വസ്റ്റ്യൻസും ഈ ഒരു സാധനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ്. ഇറ്റ്സ് മീ VGR. അപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക, കമന്റ്സ് എന്ത് ചെയ്യുക ചെയ്തോളൂ കേട്ടോ. അപ്പൊ താഴെ കുഞ്ഞോളെ ഇനി ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഇപ്പൊ തന്നെ കമന്റ് ചെയ്തേക്ക്. കാരണം നിങ്ങളുടെ കമന്റ്സ് ഞാൻ എപ്പോഴും എൻ്റെ ഫോണിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെല്ലാവരും എന്ത് ചെയ്യുക, കമന്റ്സ് ഇടുക. കമന്റ്സ് നല്ല ഫീഡ്ബാക്ക് അടിപൊളിയായിട്ട് ഇടുക. വന്ന കുട്ടികളൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കേട്ടോ. എന്താണ് പോർഷൻസ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ ആവർത്തന ഗുണനം എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, അതായത് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ നോക്കിയാലോ. ചോദ്യം ഒന്ന് വായിച്ചു നോക്ക് കുഞ്ഞോളെ, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. ചുവടെ പറയുന്ന സംഖ്യകളെ ഒരു അഭാജ്യ സംഖ്യയുടെ കൃതിയായോ വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ കൃതിയായോ ഗുണനഫലമായിട്ടോ എഴുതാം. എന്തെന്നാ ക്വസ്റ്റ്യൻ? എന്തെന്നാ അഭാജ്യ സംഖ്യ എന്നറിയോ? അതിന് എന്തെന്നാ പ്രൈം നമ്പേഴ്സ് എന്നറിയോ? ഇതൊന്നും അറിയില്ലെങ്കിൽ പഠിച്ചു വെക്കണം. എന്തെന്നാ പ്രൈം നമ്പേഴ്സ് എന്നൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. റൈറ്റ് ഈച്ച് ഓഫ് നമ്പേഴ്സ് ബിലോ either ആസ് എ പവർ ഓഫ് സിംഗിൾ പ്രൈം നമ്പർ ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൈം നമ്പർ വിച്ച് ഡിഫറെന്റ് പ്രൈംസ്. അതായത് ഇവർ പറയുന്നത് പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതി വെക്കുക എന്നാണ് പറയുന്നത്. അതിന്റെ കൃതികളൊക്കെ ഉണ്ടെങ്കിൽ അതും ആക്കിയിട്ട് എഴുതി വെക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആദ്യത്തെ ചോദ്യം ഞാൻ ചെയ്തു തരാം. 125. നീ കണ്ട 125നെ നമ്മൾ എങ്ങനെ എഴുതാം? 125 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? അതായത് പ്രൈം നമ്പർ എന്ന് പറഞ്ഞാല് ഒരു നമ്പർ, ഇപ്പം രണ്ട് ഒരു പ്രൈം നമ്പർ ആണ്. കാരണം ഒന്നും അതേ നമ്പറായ രണ്ടും അതിന്റെ ഘടകങ്ങളായിട്ട് വരുന്നതിനാണ് പ്രൈം നമ്പർ എന്ന് പറയാം. ഇപ്പൊ 3 ഒരു പ്രൈം നമ്പർ ആണ്, 5 ഒരു പ്രൈമാണ്, 7 ഒരു പ്രൈമാണ്. അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാ എന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ 2, 3, 5 മിനിമം ഈ ഒരു അഭാജ്യ സംഖ്യകളെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനിയുണ്ട് കേട്ടോ, കുറെ ഉണ്ട്. അപ്പൊ ഈ അഭാജ്യ സംഖ്യകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം. പ്രൈം നമ്പേഴ്സ് ആണ്, അപ്പൊ കുറെ ഉണ്ട്. അപ്പൊ 125 ഏത് സംഖ്യയാണ് പോവാ എന്ന് നോക്കാം. നിങ്ങൾക്കറിയാം 2, 3, 5 5ആയിരിക്കും നമുക്ക് എടുക്കേണ്ട അല്ലെ. അപ്പൊ 125 എത്ര 5 ഉണ്ടടാ? 25 എണ്ണം ഉണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇതാ, 125 ഒരേ പൊളി പറ 25 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ 125 25 5 അതേ 5 25 ഇല്ലേ? 5 എത്ര 25 എത്ര 5 ഉണ്ട്? 5 എണ്ണം. 5 എത്ര 5 ഉണ്ട്? ഒരെണ്ണം. അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, വേണ്ട ഇവിടെ ഒന്ന് കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തോളാ, ഇങ്ങനെ കസേരട്ട് മുറിച്ചോളാ. അതാന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 125 എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ ദേ കണ്ടോ, ഇവിടെ എത്ര 5 ഉണ്ട്? 1, 2, 3. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി 5 ക്യൂബ്. കാരണം 3 5 ഉള്ളതുകൊണ്ട് 5 ക്യൂബ് എന്ന് നമുക്ക് കൊടുക്കാം. സെറ്റപ്പ് അല്ലടാ, സെറ്റപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഏതാ? 72 ആണ് അല്ലെ. അപ്പൊ 72 കൂടെ ഞാൻ ചെയ്ത് നോക്കാം. 72നെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? 72 5 നോക്കണ്ട, ആദ്യത്തെ സംഖ്യ ഇങ്ങനെ കുറച്ചാൽ മതി കേട്ടോ. ആദ്യത്തെ അഭാജ്യ സംഖ്യ ഏതാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, 2 അല്ലേ. ആ 2 അങ്ങോട്ട് ചേർക്കാം. 72 എത്ര 2 ഉണ്ട്? 36 എണ്ണം. 36 എത്ര 2 ഉണ്ട്? 18 എണ്ണം. 18 എത്ര 2 ഉണ്ട്? 9 എണ്ണം. അതാ പാളി ഒന്നൊരു സംശയം ഉണ്ട് അല്ലെ. 72 2, 36 2, 18 2, 9 2 ഇല്ല. പക്ഷെ അടുത്ത അഭാജ്യ സംഖ്യ ഉണ്ട് 3. അപ്പൊ 9 എത്ര 3 ഉണ്ട്? 3 എണ്ണം. നിങ്ങൾ ഇങ്ങനെ മുറിച്ച് നോക്കാം. 3 വീണ്ടും 3 പോകത്തില്ലേ? ഒരെണ്ണം. ദേ ഇവിടെ 1 കിട്ടുന്നത് വരെ എഴുതിക്കോളുക. ഓൻ അങ്ങോട്ട് പിന്നെ എടുക്കാണ്ടെന്നാ മതി. മനസ്സിലായോ? ഓക്കെ, റെഡി ആണെങ്കിൽ ഞാൻ 72ന്റെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എഴുതാൻ വേണ്ടി പോണേ. എത്ര 2 ഉണ്ട് നോക്കൂ കുഞ്ഞോനെ. ഇവിടെ പറഞ്ഞുതരാം. നോക്കൂ കുഞ്ഞോനെ. 2, 1, 2, 3. 3 2കളുണ്ട്. അപ്പൊ 2ന്റെ മണ്ടയിൽ 3 ഇടാം. സെറ്റ് അല്ലേ? സെറ്റപ്പ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര 3കളുണ്ട്? 1, 2. ദേ നമ്മുടെ ഉത്തരം 3 2 എണ്ണം ഉണ്ട്. അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. ഇതാണ് 72ന്റെ 2 അഭാജ്യ സംഖ്യകളുടെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ്. 2 ക്യൂബ് എന്ന് പറഞ്ഞതും 3 സ്ക്വയർ എന്ന് പറഞ്ഞതുമാണ്. സെറ്റപ്പ് അല്ലേ? അടിപൊളി സെറ്റപ്പാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് 100നെ എങ്ങനെ എഴുതാം? 100 നിങ്ങൾ അതുപോലെ ഒന്ന് എഴുതിക്കേ. 100ൽ 2 50, 50ൽ 2 25, 25ൽ 100ൽ 2 50 എണ്ണം ഉണ്ട് അല്ലെ. 50ൽ 2 25 എണ്ണം ഉണ്ട് അല്ലെ.
25-ൽ 5 എണ്ണേ പോകത്തുള്ളൂ കേട്ടോ. 25-ൽ 5 എത്ര ഉണ്ട്? 5 എണ്ണം കേട്ടോ. ഓക്കെ, അപ്പൊ 5-ൽ 5 ഉണ്ടല്ലോ, 5-ൽ 5 ഒരെണ്ണം കണ്ടോ. ഇവിടെ 1 കിട്ടുന്നത് വരെ എന്റെ മക്കൾ ചെയ്തോളാം. റെഡി ആണല്ലോ. ഇനി എങ്ങനെയാ 100ന്റെ അഭാജ്യ സംഖ്യ ആയിട്ട് നമ്മൾ എഴുതാ? 100ന്റെ അഭാജ്യ സംഖ്യ ആയിട്ട് എഴുതണമെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ കുഞ്ഞോനെ, 1 2 2 2കൾ, അപ്പൊ 2 അവിടെ 2 എണ്ണ ഉണ്ടെങ്കിൽ എത്ര എണ്ണ ആണോ ഉള്ളത് ആ എണ്ണ ആണ് കുഞ്ഞോനെ ഇനി ഏട് ചെയ്തുണ്ട്, മോൾ ചെയ്തുണ്ട്. അപ്പൊ എണ്ണ ഏടുണ്ടോ അത് മോൾ ചെയ്തിക്കോളൂ കേട്ടോ. എത്ര 5കൾ ഉണ്ട് നോക്കൂ കുഞ്ഞോനെ, ഇനി 5കൾ ആകെ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ 5കൾ 2 എണ്ണം 5². എന്നിട്ട് അത് തമ്മിൽ ഗുണിച്ചാൽ മതി. സെറ്റപ്പ്. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. നിങ്ങൾ പഠിക്കാട്ടോ. ബാക്കി നിങ്ങൾ ചെയ്യൂലേ? 3 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. 250ഉം 3600 നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. സിമ്പിൾ സാധനം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് മറ്റൊരു സാധനം അഭാജ്യ സംഖ്യകളുടെ ഹരണവും കൂടെ എന്ത് ചെയ്യാണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഹരണം ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണേ, എന്നാലത് തിരിയത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ ഒരു സാധനം, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സാധനം കൂടെ പറഞ്ഞുതരാം. ഇപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഇതെന്താ ഇതിന്റെ ഉത്തരം എന്താ? 10 ഒന്നും വേണ്ട, ചെറുതെടുക്കാം. 2⁻10 / 2⁵5 എത്രയാണ് അതിന്റെ ഉത്തരം വരിക? ഒരേ പുളി പെട്ടെന്നൊന്ന് പറഞ്ഞ് എത്രയാണ് അതിന്റെ ഉത്തരം വരിക? മക്കൾ മനസ്സിലാക്കിക്കോ. എന്തെന്ന്? ഈടെ 2 ഉണ്ടെങ്കിൽ ആ 2 എഴുതാം. എന്നിട്ട് ഈടുന്ന് ഈ 10 - 5 ദേ നമ്മുടെ ഉത്തരം 10ന്ന് 5 കുറയും. എന്തെന്നാ എന്റെ 2ന്റെ കോലം ഇങ്ങനെ? ഓക്കെ, 10ന്ന് ഈ 5 അങ്ങോട്ട് കുറയ്ക്കാം. മുകളിലുള്ള 10ന്ന് താഴത്തുള്ള 5 കുറച്ചാല് ദേ നമ്മുടെ ഉത്തരം സെറ്റാണ്. 2⁻10 - 5 എത്രയാ? 5. സെറ്റ്. റെഡി ആണോ? റെഡി ആണെങ്കിൽ ചിരിക്കുന്ന ഒരു സ്മൈൽ ഇട്ടേ. റെഡി. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് നമുക്ക് പരീക്ഷ അടിപൊളിയാക്കി എഴുതണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സാധനം തരാവേ. ഇപ്പോ 3⁻25 / 3⁻10 എത്രയായിരിക്കും ഉത്തരം? പെട്ടെന്ന് പറ മക്കൾ, മനസ്സിലാക്കുക. സെയിം നമ്പർ കണ്ടോ, ഇവിടുത്തെ 2 തന്നെ അവിടെ ഇരിക്കും. സെയിം ആയാലേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ സെയിം വരണം. സെയിം ബേസ് നമ്പർ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ സെയിം എഴുതുന്നു. ദേ 25ന്ന് 10 അങ്ങോട്ട് ഒരേ പൊളി കുറയ്ക്കുന്നു. അപ്പൊ 3⁻25 മൈനസ് താഴോട്ട് കുറയ്ക്കുക. 25 - 10 ദാറ്റ് ഈസ് ആൻസർ ഈസ് ഒരേ പൊളി 15. ഓക്കെ, 15. റെഡി ആണോ? നിങ്ങൾ സെറ്റപ്പ് ആണോടാ? റെഡി ആണോ? അപ്പൊ പരീക്ഷയൊക്കെ നമുക്ക് ഈ സെക്ഷൻ കംപ്ലീറ്റഡ് ആണ്. മക്കൾ മനസ്സിലാക്കുക, ഇതല്ല ഇതിന്റെ പാർട്ട് 2 അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ക്ലാസ്സുകളൊക്കെ ഇതിലുണ്ട്, ഈ ചാനലിലുണ്ട്. സാറ് എടുത്തു തരും. ഇത് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്നല്ല. ഈ ചാനലിലുള്ള ലൈവ് ഇതിന്റെ പാർട്ട് 2 ക്ലാസ് എല്ലാം കാണണം. അപ്പൊ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഞങ്ങൾ ഗ്യാരണ്ടി ആയിട്ട് തരും. അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് സാറോട് പറയാം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. സാർക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉള്ള ഒരു ഇതാണ് സാറിന്റെ ഇൻസ്റ്റാഗ്രാം ID. ഈ IDയിൽ എന്ത് ചെയ്തോളാം, മെസ്സേജ് അയച്ചിട്ട് സാറ് ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടാണെങ്കിലും എളുപ്പമാണെങ്കിലും സാറോട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതുക, ഉഷാറാക്കിയിട്ട് നിങ്ങൾ എഴുതുക, സെറ്റപ്പ് ആക്കി നിങ്ങൾ എഴുതുക. ഒരേ പൊളിയായിട്ട് ലൈക്കും കമന്റും ഷെയറും കൂടെ ചെയ്തേക്ക്. സാറിന്റെ ക്ലാസ് എങ്ങനെയുണ്ട് നിങ്ങളുടെ കമന്റ്സിന് വേണ്ടിയിട്ട് സാർ കാത്തിരിക്കുകയാണേ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ VGR സൈനിങ് ഓഫ്. ബൈ.